ചായ വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചായ വിത്ത് മായയിൽ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബോണ്ടയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ പഴം നന്നായിട്ട് പഴുത്ത് പിള്ളേരൊന്നും കഴിക്കാതെ ബാക്കി ഇരിക്കുവാണെങ്കിൽ അത് വെച്ച് നമുക്കുണ്ടാക്കാവുന്ന ഒരു ഈസിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. നന്നായി പഴുത്ത പഴം ഞാൻ ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ശർക്കര ഉരുക്കിയിടും, കുറച്ച് ഏലക്ക പൊടിച്ചിടും, പിന്നെ തേങ്ങ നെയ്യിൽ വറുത്തിട്ടാൽ നല്ലതായിരിക്കും. എൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാക്കൊത്തായിട്ടുള്ളത് കേട്ടോ. ഈ വീട്ടിലെ ബോണ്ട കഴിക്കുന്ന മെയിൻ ആളെന്ന് പറയുന്നത് എൻ്റെ മോക്കയാണ്. മോക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോണ്ട. ശരിക്കും ഇത് പപ്പുകൾക്ക് കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഒരു ഇച്ചിരി ഒക്കെ ഇത് ഇപ്പോഴും ഇവിടെ വന്ന് താഴെ നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിരിക്കുകയാണ് എൻ്റെ ബോണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്. മോക്ക ഞാനൊരു കുറച്ചൊക്കെ മോക്കയ്ക്ക് കൊടുക്കും. വാ മോക്ക ക്യാമറ കണ്ട് പേടിച്ചോടി. മോക്കാക്കാം ചെറിയൊരു പീസാണ് ഞാൻ കൊടുത്തുള്ളൂ. വലിയ പീസ് മോക്കയ്ക്ക് കഴിക്കാൻ അലൗഡ് അല്ല. പിള്ളേർ പറയുന്നത് പപ്പിക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്നിരുന്നാലും മോക്ക അത് ഇഷ്ടത്തോടെ കഴിക്കുന്ന കാരണം ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്താറില്ല. ഈ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പിള്ളേർക്ക് വളരെ മടിയാണ്. പക്ഷേ മോക്ക അങ്ങനെയൊന്നുമല്ല. മോക്ക ഇന്ത്യൻ ഫാമിലിയിൽ വളരുന്നുണ്ടെങ്കിലും ആ ഒരു നമ്മുടെ ഇന്ത്യൻ ഫുഡ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ നമ്മളധികം അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ. പിന്നെ ബോണ്ടയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അതിൻ്റെ ഉള്ളിൽ തേങ്ങാക്കൊത്ത് ഞാനിങ്ങനെ വറുത്ത് അതിൻ്റെ ഉള്ളിലിടും. അപ്പോൾ ആ തേങ്ങാക്കൊത്തൊന്ന് കടിക്കാനൊക്കെ നല്ലൊരു രുചിയാണ്. അതുപോലെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റേതായ രുചിയും ഈ ബോണ്ടയ്ക്ക് ഉണ്ടാകും. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെയും കാണാം. താങ്ക് യു.